വെൽക്കം ടു CSEB ആസ്പിറൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പുതിയ അമെൻമെൻറ്റിൻ്റെ ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പേ നമ്മൾ അമെൻമെൻറ്റിൻ്റെ ക്ലാസ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലേ ലിസ്റ്റ് ഒന്ന് പോയി ചെക്ക് ചെയ്യുക, എന്നിട്ട് കാണുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, അപ്പോൾ 28 തൊട്ടിട്ടുള്ള അമെൻമെൻറ്റുകളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിന് മുമ്പുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ 28 എന്താണ് വരുന്നത് നോക്കാം. അപ്പോൾ 27 ഫൈനൽ അതോറിറ്റി ഇൻ എ സൊസൈറ്റിയാണ് 27, സെക്ഷൻ 27 വരുന്നത്. അപ്പോൾ അത് മാനേജ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന ചാപ്റ്ററിൻ്റെ ഭാഗമാണ്. മാനേജ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന ചാപ്റ്റർ സെക്ഷൻ 27 മുതൽ 34 വരെയാണ് കിടക്കുന്നത്. സെക്ഷൻ 27 മുതൽ 34 വരെയുള്ള സെക്ഷനാണ് ചാപ്റ്ററാണ് മാനേജ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അപ്പോൾ ആ ഭാഗത്തുള്ളതാണ് ഇപ്പം നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ 27 പ്രത്യേകിച്ച് അമെൻമെൻ്റ് ഒന്നും വന്നിട്ടില്ല. ഫൈനൽ അതോറിറ്റി ഇൻ എ സൊസൈറ്റി ആയിരുന്നു. 28 പറയണത് അപ്പോയിൻമെൻറ്റ് ഓഫ് എ കമ്മിറ്റി ആയിരുന്നു. അതിൽ 28 ഒന്ന് സിയിലാണ്, ഒന്ന് സി തൊട്ടിട്ടാണ് ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ 28 അപ്പോയിൻമെൻറ്റ് ഓഫ് കമ്മിറ്റി ആയിരുന്നു. അപ്പോൾ 28 ഒന്ന് എന്താ പറയണമെന്ന് വെച്ചാൽ ജനറൽ ബോഡി ഷോൾ കോൺസ്റ്റിറ്റ്യൂട്ട്, ഒരു കമ്മിറ്റീനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും ഫോർ എ പീരിയഡ് ഓഫ് 5 ഇയേഴ്സ്. 5 ഇയേഴ്സാണ് കമ്മിറ്റിയുടെ കാലാവധി. ഇൻ അക്കോർഡൻസ് വിത്ത് ദ ബൈലോസ് ആൻഡ് ഇൻട്രസ്റ്റ് ദ മാനേജ്മെൻറ്റ് ഓഫ് ദ അഫയേഴ്സ് ഓഫ് ദ സൊസൈറ്റി ടു സച്ച് കമ്മിറ്റി എന്ന് പറയുന്നുണ്ട്. അതിലിപ്പോൾ 5 ഇയേഴ്സ് നമ്മൾ ഓർത്തിരിക്കണം. ജനറൽ ബോഡിയുടെ ആണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് കമ്മിറ്റീനെ. അത് കഴിഞ്ഞ് അതിൻ്റെ കാലാവധി 5 വർഷമായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് 5 വർഷം എന്ന് തൊട്ടാൽ 5 ഇയേഴ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് എലക്ഷൻ വിൽ ബി ടേക്കൺ ടു ബി ദ ടേം ഓഫ് ദ കമ്മിറ്റി. അതൊന്ന് ഓർത്തിരിക്കണം. അതായത് ഈ കമ്മിറ്റിയുടെ ഡേറ്റ് എത്ര നാളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 വർഷമാണെന്ന് പറഞ്ഞു. അത് 5 ഇയേഴ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് എലക്ഷൻ ആണ് കേട്ടോ. എലക്ഷൻ വിൽ ബി ടേക്കൺ, എലക്ഷൻ നടന്ന അത് തൊട്ടിട്ടുള്ള 5 ഇയേഴ്സാണ് ടു ബി ദ ടേം ഓഫ് ദ കമ്മിറ്റി, കമ്മിറ്റിയുടെ ടേം ആയിട്ട് പരിഗണിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് ഓർത്തിരിക്കണം. അപ്പോൾ ഇത് അമെൻമെൻറ്റ് വന്ന കാര്യങ്ങളല്ല, അത് മുന്നേ ഉള്ള കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. പിന്നെ 28 ഒന്ന് ബി പറയുന്നുണ്ട്, ഒന്ന് എ പറയുന്നുണ്ട്, ബി പറയുന്നുണ്ട്, സി പറയുന്നുണ്ട്. അതിൽ സിയിലാണ് എമൗണ്ടിൽ മാറ്റം വന്നിട്ടുള്ളത്. അപ്പോൾ അത് നോക്കാം. 28 ഒന്ന് സിയിൽ പറയണത് എന്താ വെച്ചാൽ ദ ബൈലോസ് ഓഫ് എ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി. പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ബൈലോയിൽ പറഞ്ഞിട്ടുള്ള പോലെ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിലും പറഞ്ഞിട്ടുണ്ട് 1 സീറ്റ് ഇൻ ദ കമ്മിറ്റി ഓഫ് ഈച്ച് സച്ച് സൊസൈറ്റി. അത്തരത്തിലുള്ള ഒരു കമ്മിറ്റിയുടെ ഒരു സീറ്റ് ഷാൾ ബി റിസർവ്ഡ് ഫോർ ദ മെമ്പേഴ്സിന് റിസർവ് ചെയ്തിട്ടുണ്ട്. എങ്ങനത്തെ മെമ്പേഴ്സിന്? ഹാവിങ് എ ഡെപ്പോസിറ്റ് ഓഫ്, എത്ര രൂപയുള്ള ആൾക്കാർക്കാണ് പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ പണ്ട് പറഞ്ഞിട്ടുള്ളത് 10,000 ആൻഡ് എബവ് ആയിരുന്നു കേട്ടോ. 10,000 ആൻഡ് എബവ് ആയിരുന്നു പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ആ എമൗണ്ടിൽ ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. 25,000 ആയിട്ടുണ്ട് കേട്ടോ. 25,000 ആൻഡ് എബവ് ആയിട്ടുണ്ട്. അപ്പോൾ അതാണ് 28 ഒന്ന് സിയിലുള്ള ഒരു അമെൻമെൻറ്റ്. എന്താണെന്ന് വെച്ചാൽ ഏതൊക്കെ സൊസൈറ്റികളിലാണ്? പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റിയിലും അർബൻ കോപ്പറേറ്റീവ് ബാങ്കിലും ഒരു സീറ്റ് കമ്മിറ്റിയുടെ 25,000 അതിൽ കൂടുതലോ 25,000 ആൻഡ് എബവ് ആണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതുള്ള ഒരാൾക്ക് റിസർവ് ചെയ്തു വച്ചിരിക്കുന്നു എന്നാണ് പറയണത്. അപ്പോൾ അതിലൊരു മാറ്റം വന്നിട്ടുണ്ട്. ആദ്യം 10,000 ആയിരുന്നു, ഇപ്പം അത് 25,000 ആക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ അടുത്തത് പറയുന്നത് ഇതേപോലെ തന്നെ വേറെ ചെറിയൊരു മാറ്റം വന്നിട്ടുള്ളത് സെക്ഷൻ 28 ഒന്ന് സി എയിലാണ്. സെക്ഷൻ 28 ഒന്ന് സി എയിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. സി എ കൂട്ടിച്ചേർത്തതാണ്. സി എ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സി എ ഉണ്ടായിരുന്നില്ല. അപ്പോൾ സി എ കൂട്ടിച്ചേർത്തു. അതെന്താണെന്ന് നോക്കാം. അത് പറയുന്നത് 2 സീറ്റ്സ് ഇൻ ദ കമ്മിറ്റി, കമ്മിറ്റിയിൽ 2 സീറ്റ് ഓഫ് ഈച്ച് സൊസൈറ്റി, ഓരോ സൊസൈറ്റിയുടെയും കമ്മിറ്റിയിൽ 2 സീറ്റ് ഷാൾ ബി റിസർവ്ഡ് ഫോർ മെമ്പേഴ്സ്. ഏത് മെമ്പേഴ്സിനാണ്? ഹു ഷാൾ നോട്ട് എക്സീഡ് ദ ഏജ് ഓഫ് 40 ഇയേഴ്സ്. 40 ഇയേഴ്സ് കഴിയാത്ത ആൾക്കാർ, നോട്ട് എക്സീഡ് കൂടാത്ത ആൾക്കാർക്ക് റിസർവ് ചെയ്തിട്ടുണ്ട്. 2 സീറ്റാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ റിസർവ് ചെയ്ത ഡേറ്റ് എന്നാണെന്ന് വെച്ചാൽ എന്നാണ് വയസ്സ് നോക്കണമെന്ന് വെച്ചാൽ ഓൺ ദ ഡേറ്റ് ഓഫ് ഫയലിംഗ് ഓഫ് നോമിനേഷൻ ഫോർ എലക്ഷന് നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് എന്താവാൻ പാടില്ല? നോട്ട് എക്സീഡ് ദ ഏജ് 40 ഇയേഴ്സ് ആവാൻ പാടില്ല എന്നാണ് പറയുന്നത്. അങ്ങനത്തെ 2 ആൾക്കാരെയാണ് കമ്മിറ്റിയിൽ എന്ത് ചെയ്യുന്നത്?
റിസർവ് ചെയ്തിട്ടുള്ളത്, മെമ്പേഴ്സിനെ റിസർവ് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ ഒരാൾ ഹൂം വൺ ഷാൾ ബി ഫ്രം ദ നോൺ റിസർവ്ഡ് കാറ്റഗറി, ഒരാൾ നോൺ റിസർവ്ഡ് കാറ്റഗറിയിൽ നിന്നും തിരഞ്ഞെടുക്കും. പിന്നെ മറ്റേ ആളേനെ വുമൺ ആയിരിക്കും, വുമണിൻ്റെ റിസർവേഷൻ, വൺ ഷാൾ ബി എ വുമൺ ഫ്രം ദ റിസർവേഷൻ കാറ്റഗറി. 28A പറയുന്നുണ്ട് എന്ത്, വുമൺസിൻ്റെ റിസർവേഷൻ കാറ്റഗറീനെ കുറിച്ച് പറയുന്നതാണ് 28A എന്ന് പറയുന്നത്. 28A എന്ന് പറഞ്ഞാൽ റിസർവേഷൻ ഫോർ വുമൺ മെമ്പേഴ്സ് ആൻഡ് മെമ്പേഴ്സ് ബിലോങ്ങിങ് ടു SC/ST ആണ് പറഞ്ഞിട്ടുള്ളത് ഇൻ ദ കമ്മിറ്റി. അപ്പോൾ അത് പ്രകാരം റിസർവ് ചെയ്തിട്ടുള്ള അവരെ ആണ് ഒരാളെ എടുക്കുക. പിന്നെ മറ്റേത് നോൺ റിസർവ്ഡ് കാറ്റഗറിയിൽ നിന്നും ഒരാളെ എടുക്കും. പ്രായത്തിൻ്റെ കാര്യം മാത്രമാണ് ഇവിടെ ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ പ്രായം നോക്കും, അതിനുശേഷം 2 ആളെ എടുക്കും. അപ്പോൾ അത് 28(1)C പുതിയതായിട്ട് വന്നതാണ്, അതൊന്ന് ഓർത്തിരിക്കണം. പിന്നെ അടുത്തത് നോക്കുകയാണെങ്കിൽ സെക്ഷൻ 28 തന്നെ 1E എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. 1E ആദ്യമേ ഉള്ളതാണ്, അതിൽ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ഉള്ളത് തന്നെയാണ് 1E കേട്ടോ. അതായത് ഉള്ള കാര്യം തന്നെയാണ്, ബൈഫർക്കേഷൻ്റെ കാര്യമാണ്, വിഭജനം എന്ന് പറയും. അപ്പോൾ അതിനൊരു സ്പെഷ്യൽ ഓഫീസറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അതിൽ 3-ാമത്തേൽ പറയണത് എന്താ വെച്ചാൽ ദ ബൈഫർക്കേഷൻ ഷാൾ ബി കംപ്ലീറ്റഡ്. ഈ ഒരു വിഭജനം പൂർത്തിയാക്കേണ്ടതിൻ്റെ കാലാവധിയാണ് പറയണത്. പീരിയഡ് ഓഫ് 1 ഇയർ എന്ന് പറയുന്നുണ്ട്. 1 ഇയർ ഫ്രം ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ബൈഫർക്കേഷൻ ഓർഡർ ബൈ ദ രജിസ്ട്രാർ. അതായത് രജിസ്ട്രാർ വിഭജന ഉത്തരവ് പുറപ്പെടുവിച്ച തീയതി മുതൽ 1 വർഷത്തിനകം വിഭജനം പൂർത്തിയാക്കണം എന്നാണ് പറയണത്. രജിസ്ട്രാർ ബൈഫർക്കേഷൻ ഓർഡർ പുറപ്പെടുവിച്ച അല്ലെങ്കിൽ വിഭജന ഉത്തരവ് പുറപ്പെടുവിച്ച തീയതി മുതൽ 1 വർഷത്തിനുള്ളിൽ വിഭജനം പൂർത്തിയാക്കണം. അതാണ് പറയണത് 28(1)E(3) പറയണത്. അത് കഴിഞ്ഞ് 28(1)G എന്താണ് പറയണത് നോക്കാം. ഒന്ന് F ഉണ്ട്, F ഒമിറ്റ് ചെയ്തു പോയി, പിന്നെ G ആണ് ഉള്ളത്. അപ്പോൾ Gയിൽ പറയുന്നത് ദ കമ്മിറ്റി ഇൻ ദ ഓഫീസ്, കമ്മിറ്റിക്ക് കോപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞല്ലോ, ആൾക്കാരെ കോപ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് വ്യത്യസ്ത വിഷയങ്ങളിൽ പ്രഗത്ഭരായ ആൾക്കാരെയാണ് കോപ്റ്റ് ചെയ്യാറ് സാധാരണയായിട്ട് കമ്മിറ്റി. അപ്പോൾ അങ്ങനെ അത് ബൈലോയിൽ പ്രസ്താവിച്ചിട്ടുണ്ടാവും, അതിൻ്റെ രീതിക്കാണ് ചെയ്യുക. അങ്ങനെ കോപ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് വേണം എന്നാണ്, എന്തൊക്കെ സ്പെഷ്യലൈസേഷൻ ചെയ്ത ആൾക്കാരെയാണ് കോപ്റ്റ് ചെയ്യാമെന്ന് പണ്ട് പറഞ്ഞിരുന്നു. അപ്പോൾ അന്ന് പറഞ്ഞിരുന്നതിലും കുറച്ചധികം ക്വാളിഫിക്കേഷൻസ് ഉള്ള ആൾക്കാരെ ഇപ്പോൾ ഉൾപ്പെടുത്താം എന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ കുറേ പോയിന്റുകളുള്ള പോലെ തോന്നും, പക്ഷെ ഒക്കെ നമുക്ക് എളുപ്പമുള്ളത് തന്നെയാണ് കേട്ടോ. ഒന്ന് മനസ്സ് വായിച്ചു വിട്ടാൽ മതി. അതായത് ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെപ്രസെൻറ്റേറ്റീവ്സ് കോപ്റ്റ് 2 persons ഓർ റെപ്രസെൻറ്റേറ്റീവ് ഹു ആർ ഒന്നെങ്കിൽ പെയ്ഡ് സർവീസ് ഓഫ് എ കൊമേഴ്ഷ്യൽ ബാങ്കിൽ പെയ്ഡ് സർവീസ് നടത്തുന്ന ആൾക്കാരാവാം, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ പെയ്ഡ് സർവീസ് ആവാം, അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്, കേരള സ്റ്റേറ്റ് അഗ്രികൾച്ചറൽ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്, കേസ് കാർഡ് ബാങ്കിൽ പോലെ, പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് പി കാർഡ് ബാങ്കിലുള്ള ആൾക്കാർ, അതുപോലെ ഡിസ്ട്രിക്റ്റ് കോപ്പറേറ്റീവ് ബാങ്കിലുള്ളത്, അല്ലെങ്കിൽ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ മാനേജീരിയൽ കേഡറിലുള്ളത്, സ്പെഷ്യലൈസേഷൻ ഇൻ കോപ്പറേഷൻ, കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്, അഗ്രികൾച്ചർ, എക്കണോമിക്സ്, കൊമേഴ്സ്, പബ്ലിക് ഫിനാൻസ്, ലോ, റൂറൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ആസ് മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി ഓഫ് സച്ച് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ക്വാളിഫിക്കേഷൻസ് ഉള്ളവരെ ഒന്നെങ്കിൽ ഈ ഒരു പറഞ്ഞ ആൾക്കാർ പെയ്ഡ് സർവീസ്, ഹൂവർ ഇൻ പെയ്ഡ് സർവീസ് ഓഫ് എ അങ്ങനെ ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ പിന്നെ ആ ഒരു കേഡറിലുള്ള അല്ലെങ്കിൽ സ്പെഷ്യലൈസേഷൻ ചെയ്ത ആൾക്കാർ, മാനേജീരിയൽ കേഡറിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഇന്ന വിഷയങ്ങളിൽ സ്പെഷ്യലൈസേഷൻ ചെയ്ത ആൾക്കാർ എന്ന് പറയുന്നുണ്ട്. ഇവരൊക്കെയാണ് കോപ്റ്റ് ചെയ്യാൻ അർഹതപ്പെട്ട ആൾക്കാരെന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ കോപ്റ്റഡ് മെമ്പേഴ്സുമായി ബന്ധപ്പെട്ട വേറൊരു കാര്യം പറയണമെങ്കിൽ അവർ 2 ഷാൾ നോട്ട് എക്സീഡ് 2 ഇൻ അഡീഷൻ ടു ദ മാക്സിമം ലിമിറ്റ് സ്പെസിഫൈഡ് ഇൻ സെക്ഷൻ 28(1)A പറയുന്നുണ്ട്. മാക്സിമം അതിൽ കൂടാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ 28(1)A എന്താ പറയണത് വെച്ചാൽ മിനിമം 7 നമ്മുടെ അതുണ്ടല്ലോ, അതാണ് പറയണത്. അതായത് മിനിമം മാക്സിമം കാര്യങ്ങളാണ് 1A പറയുന്നത്. ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി ഷാൾ നോട്ട് ബി ലെസ് ദാൻ 7. 7ൽ നോട്ട് ലെസ് ദാൻ 7ൽ കുറയാൻ പാടില്ല. ആൻഡ് ഷാൾ നോട്ട് എക്സീഡ് 15. 15ൽ കൂടാനും പാടില്ല എന്ന് പറയുന്നുണ്ട്. അത് പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ കാര്യമാണ് പറയണത്. 7ൽ കുറയാനും പാടില്ല, 15ൽ കൂടാനും പാടില്ല എന്ന്. പിന്നെ മറ്റെല്ലാ അതർ ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിനും
21 പറയുന്നത്, 21 പറയണത്. അത് പറയുന്നതാണ് ഈ 28-ൽ 1A എന്ന് പറയുന്നത്. അതാണ് പറയണത് ഈ 28-ൽ 1A സ്പെസിഫൈ ചെയ്ത മാക്സിമം ലിമിറ്റ് കൂടാനും പാടില്ല, എന്താവാൻ പാടില്ല, കോപ്റ്റ് ചെയ്ത മെമ്പേഴ്സ് ഷാൾ നോട്ട് എക്സീഡ് 2, 2-ൽ കൂടാനും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. പിന്നെ അടുത്ത പോയിൻ്റ് എന്താ വരുന്നത് വെച്ചാൽ കോപ്റ്റഡ് മെമ്പേഴ്സിൻ്റെ കേസ് തന്നെയാണ് പറയുന്നത്. കോപ്റ്റഡ് മെമ്പേഴ്സിന് എന്തൊക്കെ അധികാരങ്ങളുണ്ടെന്നാണ്. കോപ്റ്റഡ് മെമ്പേഴ്സ് ഷാൾ നോട്ട് ഹാവ് ദ റൈറ്റ് ടു വോട്ട് ഇൻ എനി എലക്ഷൻ ഓഫ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ദെയർ കപ്പാസിറ്റി ആസ് സച്ച് എ മെമ്പർ ആൻഡ് ഈസ് നോട്ട് എലിജിബിൾ ടു ബി എലക്റ്റഡ് ആസ് ഓഫീസ് ബിയറേഴ്സ് ഓഫ് ദ ബോർഡ്. അതായത് കോപ്റ്റഡ് മെമ്പേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് എന്തില്ല, വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല എലക്ഷനിൽ. ഒരു മെമ്പർ എന്നുള്ള രീതിയിലുള്ള ആ ഒരു തരത്തിലുള്ള വോട്ടിംഗ് ഉള്ള കഴിവൊന്നും ആർക്കില്ല, റൈറ്റ്സ് ഒന്നും ആർക്കില്ല, കോപ്റ്റഡ് മെമ്പേഴ്സിനില്ല. പിന്നെ ഇല്ലാത്തത് എന്താ വെച്ചാൽ അവർക്ക് ഓഫീസ് ബെയറേഴ്സായിട്ട് എലക്ട് ചെയ്യാനൊന്നും ആവില്ല. എലിജിബിൾ ടു ബി എലക്റ്റഡ് ആസ് തിരഞ്ഞെടുക്കപ്പെടാൻ പറ്റുമോ ഓഫീസ് ബെയറേഴ്സായിട്ട്? ഇല്ല. അടുത്ത പോയിന്റ് പറയുന്നത് പ്രൊവൈഡഡ് ഓൾസോ ദാറ്റ് സച്ച് കോപ്റ്റഡ് മെമ്പേഴ്സ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ ഓൾസോ ബി മെമ്പേഴ്സ് ഓഫ് ദ ബോർഡ് ആൻഡ് സച്ച് മെമ്പേഴ്സ് ഷാൾ ബി എക്സ്ക്ലൂഡഡ് ഫോർ ദ പർപ്പസ് ഓഫ് കൗണ്ടിങ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് സ്പെസിഫൈഡ് ഇൻ സെക്ഷൻ 28(1)(a). 28(1)(a) പറയുന്ന പോലെ ഡയറക്ടേഴ്സിൻ്റെ എണ്ണം കൂട്ടുമ്പോൾ, അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ എണ്ണം കൂട്ടുമ്പോൾ ഈ കോപ്റ്റ് ചെയ്ത ആൾക്കാരെ കൂട്ടില്ല എന്നാണ് പറയുന്നത്, അവരേനെ കൗണ്ട് ചെയ്യില്ല എന്നാണ് പറയണത്. അതും ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ പ്രൊവൈഡഡ് ഓൾസോ ദാറ്റ് ഇഫ് ദ കമ്മിറ്റി ഡസ് നോട്ട് കോപ്റ്റ് ദ പേഴ്സൺസ്, കമ്മിറ്റി എന്നോട് കോപ്റ്റ് ചെയ്യാൻ പറഞ്ഞു പക്ഷെ കോപ്റ്റ് ചെയ്തില്ല എന്ന് വിചാരിക്കുക, സ്പെസിഫൈഡ് വിത്തിൻ എ പീരിയഡ് ഓഫ് 6 months ചെയ്തില്ലെങ്കിൽ ഫ്രം ദ ഡേറ്റ് എന്ന് തൊട്ട് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആ ദിവസം തൊട്ട് 6 months കോപ്റ്റ് ചെയ്തില്ലെങ്കിൽ ഗവൺമെൻറ് അല്ലെങ്കിൽ രജിസ്ട്രാർ ആസ് ദ കേസ് മേ ബി ആരാണോ അവർ ഡ്യൂ നോട്ടീസ് കൊടുത്തിട്ട് പ്രിസ്ക്രൈബ് ചെയ്തിട്ട് അങ്ങനത്തെ നോമിനേഷൻസൊക്കെ നോമിനേഷൻസൊക്കെ അയച്ചിട്ട് അവർക്കത് ചെയ്യാനുള്ള എന്തുണ്ട്, അധികാരമുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ 28-ൽ 2A കുറിച്ചിട്ടാണ് പിന്നെ പറയുന്നത്. 28-ൽ 2A ആണ് പറയണത്. 28-ൽ 2A എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രെഡിറ്റ് സൊസൈറ്റി, അതായത് ബൈലോയിലൊക്കെ പ്രസ്താവിച്ച പോലെ ക്രെഡിറ്റ് സൊസൈറ്റിക്ക് കൂടുകയാണ്, അതായത് ജനറൽ ബോഡി കൂടുകയാണ്. അപ്പോൾ നോ മെമ്പർ ഓഫ് എ കോപ്പറേറ്റീവ് കമ്മിറ്റി ഓഫ് എ സൊസൈറ്റി ഷോൾ ബി എലിജിബിൾ ഫോർ എലക്ഷൻ ടു ദ കമ്മിറ്റി ഫോർ മോർ ദാൻ 3 കോൺസിക്യൂട്ടീവ് ടേംസിലും കൂടുതൽ അവർക്ക് എന്താവാൻ പാടില്ല, കമ്മിറ്റിയിൽ ഈ ഒരു ഇലക്ഷനൊക്കെ ഞാൻ ജീവിതകാലം മുഴുവൻ ആവാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. അങ്ങനെ ആവാൻ പാടില്ല. അതിപ്പോൾ ഒന്നെങ്കിൽ ടേം ഫുള്ളാവാം, 5 കൊല്ലം ഇരിക്കാം, അല്ലെങ്കിൽ 3 കൊല്ലം ഇരുന്നിട്ടുള്ളൂ, അല്ലെങ്കിൽ 2 കൊല്ലം ഇരുന്നിട്ടുള്ളൂ എന്നൊന്നും പറയാൻ പറ്റില്ല. 3 തുടർച്ചയായിട്ടുള്ള ഇത് മാത്രമേ, എലക്ഷൻ മാത്രമേ അവർ എലിജിബിൾ ഉള്ളൂ എന്നാണ് പറയണത്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കണം. നോ മെമ്പർ ഓഫ് ദ സൊസൈറ്റി ഷാൾ ബി, കമ്മിറ്റി ഓഫ് എ സൊസൈറ്റി ഷാൾ ബി എലിജിബിൾ ഫോർ എലക്ഷൻ ടു ദ കമ്മിറ്റി ഫോർ മോർ ദാൻ 3 കോൺസിക്യൂട്ടീവ് ടേംസ്. അത് വെദർ ദ ടേം ഈസ് ഇൻ ഫുൾ ഓർ ഇൻ പാർട്ട്, അതെന്തോ ആയിക്കോട്ടെ, 3 കോൺസിക്യൂട്ടീവ് ടേംസ് മാത്രമേ കൊടുക്കുള്ളൂ. പിന്നെ ഇവിടെ ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്രെഡിറ്റ് സൊസൈറ്റികൾ എന്തെല്ലാമാണെന്നൊരു എക്സ്പ്ലനേഷൻ ലോയിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെല്ലാമാണ്? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ്, നമ്മുടെ അപ്പെക്സ് ക്രെഡിറ്റ് സൊസൈറ്റിയാണ്. പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ്, നമ്മുടെ PACS. പിന്നെ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കും റീജിയണൽ കോപ്പറേറ്റീവ് ബാങ്ക്സും റൂറൽ ബാങ്ക്സും, പിന്നെ ഫാർമർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ഇതിൽ ഉൾപ്പെടും. അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് ഉൾപ്പെടും. അപ്പോൾ റീജിയണൽ കോപ്പറേറ്റീവ് ബാങ്ക്സും ഉണ്ട്, അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സും ഉണ്ട്. പിന്നെ നമ്മുടെ കേരള KS കാർഡ് ബാങ്കും കാർഡ് ബാങ്കും ഉണ്ട്. അർബൻ കോപ്പറേറ്റീവിൻ്റെ സൊസൈറ്റി ഉണ്ട്. അപ്പോൾ അർബൻ കോപ്പറേറ്റീവ് ബാങ്കും ഉണ്ട്, അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസും ഉണ്ട്. പിന്നെ അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെൻറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, എംപ്ലോയീസിൻ്റെ ക്രെഡിറ്റ് സൊസൈറ്റീസ്, റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അപ്പോൾ റീജിയണൽ കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ട്, അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ട്, റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസും ഉണ്ട് എന്ന് ആലോചിക്കുക.
പിന്നെ റൂറൽ ബാങ്ക് ഉണ്ടെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രൈമറി ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ട്. പിന്നെ ഓർത്ത് വെക്കേണ്ട ഒന്ന് കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ഫെഡറേഷൻ. അത് ചിലപ്പോൾ നമുക്ക് ക്രെഡിറ്റ് സൊസൈറ്റി ആണോ എന്നുള്ള സംശയം വരാം. അപ്പോൾ അതുകൊണ്ട് അതൊന്ന്, മറ്റതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇത് മാത്രം മനസ്സിലാവില്ല. കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ഫെഡറേഷൻ ഒരു ക്രെഡിറ്റ് സൊസൈറ്റി ആണോ ചോദിച്ചാൽ അതെ എന്നാണ് ഈ ഒരു കേസിൽ പറയണത് കേട്ടോ. അതൊന്ന് ഓർത്തിരിക്കുക. കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ഫെഡറേഷൻ്റെ കാര്യം ഒന്ന് ഓർത്തിരിക്കുക. അടുത്തത്, നോ മെമ്പർ ഓഫ് എ കമ്മിറ്റി ഷാൾ ബി ദ പ്രസിഡൻറ്റ് ഓർ ചെയർമാൻ ഓഫ് മോർ ദാൻ വൺ സൊസൈറ്റി ഓഫ് ദ സെയിം ടൈപ്പ് ഓർ മോർ ദാൻ 2 സൊസൈറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ്. അതിപ്പം നമ്മൾ കാലാവധി പറഞ്ഞല്ലോ 3 കോൺസിക്യൂട്ടീവ്, അതേപോലെ തന്നെയുള്ളതാണ്. ഒരു കമ്മിറ്റിയിലെ ഒരംഗവും ഒരേ തരത്തിലുള്ള ഒന്നിലധികം സൊസൈറ്റികളുടെ, ഒരേ തരത്തിലുള്ള, അതായത് ഒരേ ഒരു ടൈപ്പുള്ള ഒന്നിലധികം സൊസൈറ്റികളുടെ, ഇപ്പോൾ 3, 4, 5 ഒക്കെ സൊസൈറ്റികളുടെ, അല്ലെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള 2-ൽ കൂടുതൽ, 2 ഫങ്ഷൻസാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ സൊസൈറ്റികളുടെ 2-ൽ കൂടുതൽ സൊസൈറ്റികളുടെ പ്രസിഡൻറ്റോ ചെയർമാനോ ആയിട്ട് പദവി വഹിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് കേട്ടോ. നോ മെമ്പർ ഓഫ് എ കമ്മിറ്റി ഷാൾ ബി ദ പ്രസിഡൻറ്റ് ഓർ ചെയർമാൻ ഓഫ് മോർ ദാൻ വൺ സൊസൈറ്റി ഓഫ് ദ സെയിം ടൈപ്പ്, ഒരേ ടൈപ്പിലുള്ള, ഒരേ കാറ്റഗറിയിൽ പെടുന്ന ഒന്നിലധികം സൊസൈറ്റികളുടെ ആരാൻ പാടില്ല, പ്രസിഡൻറ്റോ ചെയർമാനോ ആയിരിക്കാൻ പാടില്ല. അല്ലെങ്കിൽ മോർ ദാൻ 2 സൊസൈറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ആണെങ്കിൽ വരണമെങ്കിൽ മോർ ദാൻ 2 സൊസൈറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സും ആവാൻ പാടില്ല എന്ന് ഒരു റൂളുണ്ട്. അതൊന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ പറയുന്നത് അമെൻമെൻറ്റ് 28A(b)യിലേക്ക് കിടക്കുകയാണ്. 28A(b)യിലാണ് പിന്നെ അമെൻമെൻറ്റ് വരുന്നത്. 28A(b)യിൽ അമെൻമെൻറ്റ് വരുന്നതിന് മുമ്പ് 28A എന്താണെന്ന് നോക്കാം. 28A നമ്മൾ നേരത്തെ പറഞ്ഞു, റിസർവേഷൻ ഫോർ വുമൺ മെമ്പേഴ്സ് ആൻഡ് മെമ്പേഴ്സ് ബിലോങ്ങിങ് ടു ഷെഡ്യൂൾഡ് കാസ്റ്റ് ഓർ ഷെഡ്യൂൾഡ് ട്രൈബ് ഇൻ ദ കമ്മിറ്റി എന്ന് പറഞ്ഞു. അതാണ് 28A. 28A എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതെന്താ വെച്ചാൽ റിസർവേഷൻ ഫോർ പേഴ്സൺസ് വിത്ത് ബാങ്കിങ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് റിസർവേഷൻ കൊടുക്കുക, പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഇൻ ദ കമ്മിറ്റീസ് ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ അമെൻമെൻറ്റ് പിന്നെ വന്നിട്ടുള്ളത് എലക്ഷൻ ആൻഡ് റിമൂവൽ ഓഫ് പ്രസിഡൻറ്റ് ആൻഡ് വൈസ് പ്രസിഡൻറ്റിൻ്റെ ഭാഗത്താണ്. അതാണ് 28AB എന്ന് പറയുന്നത്. 28AB എന്താണ്? എലക്ഷൻ ആൻഡ് റിമൂവൽ ഓഫ് പ്രസിഡൻറ്റ് ആൻഡ് വൈസ് പ്രസിഡൻറ്റ്, അവരെന്നെ തിരഞ്ഞെടുക്കുന്നതും പിന്നെ റിമൂവ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുമാണ് 28AB പറയണത്. അപ്പോൾ അതിൽ അമെൻമെൻറ്റിൽ എന്താ പറയണത് വെച്ചാൽ, എ കമ്മിറ്റി ഷാൾ റിമൂവ് ഫ്രം ഓഫീസ് ഓഫ് ദ പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ് ഓർ ദ ട്രഷറർ ഓർ എനി അതർ ഓഫീസർ ഓഫ് ദ കമ്മിറ്റി, അല്ലെങ്കിൽ ഓർ എ ഡെലിഗേറ്റ് ഓഫ് ദ കമ്മിറ്റി ഹു ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ബൈ ദ കമ്മിറ്റി ഇഫ് എ മോഷൻ എക്സ്പ്രസിംഗ് വാണ്ട് ഓഫ് കോൺഫിഡൻസ് ഇൻ എനി ഓർ all of them is carried with the support of the majority of the members of such committee in accordance with the procedure as may be prescribed. അതായത് റിമൂവ് ചെയ്യണമെങ്കിൽ എന്തു വേണം? കമ്മിറ്റി കൂടിയിട്ട് അപ്പോയിൻറ്റ് ചെയ്ത് അവർ എക്സ്പ്രസ് ചെയ്യണം വാണ്ട് ഓഫ് കോൺഫിഡൻസ് അല്ലേ. ഒന്നെങ്കിൽ എല്ലാവരും ചേർന്ന്, അല്ലെങ്കിൽ എനി ഓഫ് ദം, അങ്ങനെ സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ എന്തുള്ളൂ, 28AB പ്രകാരം എലക്ഷനും റിമൂവലും ഒക്കെ നടക്കുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെ 28B ആണ് പറയുന്നത്. 28B സ്റ്റേറ്റ് കോപ്പറേറ്റീവ് എലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടതാണ്. 28B എന്താണ്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് എലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടെ ഒരു മാറ്റം വന്നിട്ടുള്ളത്, ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ വരുത്തിയിട്ടാണ് അപ്പോയിൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു, കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഒരു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഫോർ ദ സൂപ്പറിൻറ്റൻഡൻസ് ഡയറക്ഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ദ പ്രസൻറ്റേഷൻ ഓഫ് ഇലക്ട്രൽ റൂൾസ് പ്രസൻറ്റ് ചെയ്യുക ആൻഡ് ഫോർ ദ കണ്ടക്ട് ഓഫ് ഓൾ എലക്ഷൻ ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. എല്ലാ തരത്തിലുള്ള ഇലക്ഷൻസും ആരുമായി ബന്ധപ്പെട്ട? കോപ്പറേറ്റീവ് സൊസൈറ്റിയായി ബന്ധപ്പെട്ട. പിന്നെ ഇവിടെ അമെൻമെൻറ്റ് വന്നത്, പണ്ട് ഈ ഒരു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ എന്നും സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ എന്നും ഉണ്ടായിരുന്നില്ല. അത് ബാക്കിയുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എലക്ഷൻ ടു ദ പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ് ആൻഡ് റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പുതുതായി കൂട്ടിച്ചേർത്തതാണ് എലക്ഷൻ ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനും ആൻഡ് ദ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനും കേട്ടോ. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനും സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനും ഇവരിതിലേക്ക് ആഡ് ചെയ്തു, ഇൻക്ലൂഡിങ് എലക്ഷൻ ടു ദ പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ് ആൻഡ് റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി. അത് മുമ്പേ കിടക്കുന്നതാണ്. ഈ 2 എണ്ണമാണ് പുതുതായിട്ട് ആഡ് ചെയ്തതെന്ന് ആലോചിക്കുക. SCUവിൻ്റെയും CCUവിൻ്റെയും എലക്ഷൻ കൂടി ആരേറ്റെടുത്തിട്ടുണ്ട്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് എലക്ഷൻ കമ്മീഷൻ ഏറ്റെടുത്തിട്ടുണ്ടെന്ന് ആലോചിക്കാം. പിന്നെ
28B(2) എന്താണ് പറയണത് നോക്കാം. 28B(2) പറയണത് അവരുടെ ക്വാളിഫിക്കേഷൻ സ്റ്റേറ്റ് ചീഫ്, ഒരു ചീഫ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷണർ ഉണ്ടാവുമല്ലോ. അപ്പോൾ അദ്ദേഹം ഷോൾ ബി ആൻ ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് സ്പെഷ്യൽ സെക്രട്ടറി ടു ഗവൺമെൻറ്. അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. പണ്ട് അങ്ങനെയാണ് കടന്നിരുന്നത്, സ്പെഷ്യൽ സെക്രട്ടറി ടു ഗവൺമെൻറ് എന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. ഇപ്പോൾ പക്ഷേ അതിനൊരു ചെറിയ മാറ്റം വരുത്തിയിട്ട് ഫ്രം ദ ലോ ഡിപ്പാർട്ട്മെൻ്റ് എന്നും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ലോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെ വേണം എന്ത് ചെയ്യുക, ഈ ഒരു കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷണറെ ഓഫീസറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. സ്പെഷ്യൽ സെക്രട്ടറി ആയാൽ മാത്രം പോരാ, അദ്ദേഹം സ്പെഷ്യൽ സെക്രട്ടറി ടു ഗവൺമെൻറ് എവിടെ നിന്നായിരിക്കണം, ലോ ഡിപ്പാർട്ട്മെൻറ്റ് നിന്നായിരിക്കണം. ഇതിനെക്കുറിച്ചൊക്കെ നല്ലൊരു അവബോധമുള്ള ആളായിരിക്കണം എന്നാണ് പറയണത്. അപ്പോൾ അടുത്തത് നോക്കുന്നത് സെക്ഷൻ 29 സെക്ഷൻ 29 ഇനി എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നാണ് നോക്കാം. അപ്പോൾ 29 എന്താ വെച്ചാൽ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് എന്നാണ് 29 എന്താണ്, ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ആണ്. അപ്പോൾ അതിലെന്ത് മാറ്റമാണ് വന്നിരിക്കണമെന്ന് വെച്ചാൽ, ഇൻ ദ ആനുവൽ ജനറൽ ബോഡി കൺസിഡറേഷൻ ഓഫ് ഡീറ്റെയിൽഡ് ലിസ്റ്റ് ഓഫ് ഓൾ ലയബിലിറ്റീസ് ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി. ആനുവൽ ജനറൽ ബോഡിയിൽ എന്ത് ചെയ്യും, കൺസിഡറേഷൻ ഓഫ് ഡീറ്റെയിൽ, കുടിശ്ശിക ലിസ്റ്റ് എന്നൊക്കെ പറയില്ലേ, ആൾക്കാർ മുടങ്ങി കിടക്കുന്ന കുടിശ്ശികയുടെ ലിസ്റ്റൊക്കെ എടുത്തിട്ട് ലയബിലിറ്റീസ് മെമ്പേഴ്സിന്, കമ്മിറ്റി മെമ്പേഴ്സിന് എത്ര ലയബിലിറ്റി ഉണ്ട്, ആൻഡ് ദ എംപ്ലോയീസിന് എത്ര ലയബിലിറ്റി ഉണ്ട്, ദയർ ഫാമിലി മെമ്പേഴ്സിന് എന്തെങ്കിലും ഉണ്ടോ, ഡ്യൂ ടു സൊസൈറ്റിക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടോ, ഫോർ ദ പ്രീവിയസ് ഇയറിൽ ഫിനാൻഷ്യൽ ഇയറിൽ എന്തെങ്കിലും കിട്ടാനുണ്ടോ, ആരിൽ നിന്നൊക്കെ, എംപ്ലോയീസ് ആവാം, ഫാമിലി മെമ്പേഴ്സ് ആവാം, കമ്മിറ്റിയുടെ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി മനസ്സിലാക്കി വയ്ക്കുക. അതാണ് അവരുടെ ഉദ്ദേശം. അപ്പോൾ ഇതിൽ ഫാമിലി എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്, ഫാമിലി മെമ്പേഴ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേരൊന്നുമില്ല, അവിടെ ഫാമിലിയിൽ കുറേ പേരുണ്ട്. നമ്മൾ തുടക്കത്തിൽ പഠിച്ചു കൊടുത്ത ഇവിടെ പറയണത് ഹസ്ബൻഡ്, വൈഫ്, ദെയർ ചിൽഡ്രൻ, അവരുടെ കുട്ടികൾ, ഒന്നെങ്കിൽ അഡോപ്റ്റഡ് ചിൽഡ്രൻ ആവാം, പിന്നെ അവരുടെ പാരൻസും. അപ്പോൾ ഇവരെയാണ് ഈ ഫാമിലി മെമ്പേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബാക്കി ആര് ചെയ്താലും ഫാമിലി മെമ്പേഴ്സിൻ്റെ പട്ടികയിൽ വരില്ല, അതാണ് പറയുന്നത്. പിന്നെ 29(2) എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ, 29(2) പറഞ്ഞിട്ടുള്ളത് രജിസ്ട്രാർ ഓർ എനി പേഴ്സൺ ഡെപ്യൂട്ടഡ് ബൈ ഹിം, ഒന്നെങ്കിൽ രജിസ്ട്രാർ അല്ലെങ്കിൽ അദ്ദേഹം ചുമതലപ്പെടുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ DCAക്ക് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്, അല്ലെങ്കിൽ DCA ഏൽപ്പിക്കുന്ന ആരെങ്കിലും ഡെപ്യൂട്ടഡ് ബൈ ഹിം മേ ഹാവ് ദ റൈറ്റ് ടു അറ്റൻഡ് ഇൻ ദ കമ്മിറ്റി ആൻഡ് ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് എനി സൊസൈറ്റി. ഏത് സൊസൈറ്റിയുടെ വേണമെങ്കിലും ജനറൽ ബോഡിയിൽ പങ്കെടുക്കാനും അതിനുള്ള പിന്നെ അധികാരമുള്ളത് ആർക്കാണ്, ഈ ഒരു ഒന്നെങ്കിൽ DCA അല്ലെങ്കിൽ DCA ഡെപ്യൂട്ട് ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ രജിസ്ട്രാർ ഡെപ്യൂട്ട് ചെയ്യുന്ന ആൾ. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കണം. അതാണ് 29(2) പറയണത്. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.